അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോ ആണ്. സ്വീറ്റ് ആൻഡ് യമ്മി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മിറാജിൻ്റെ നോമ്പാണല്ലോ. അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴേക്കും ഷവർമ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ മുറിച്ചിടുകയെല്ലാം ചെയ്യാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ആക്കി ആദ്യം ചിക്കൻ ഫ്രൈ ആക്കി വെക്കുകയാണ്. ഇതുണ്ടാക്കി തുടങ്ങുമ്പോൾ പിന്നെ കിച്ചണൊക്കെ നല്ല അറിബറിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു. പുതിയ വീഡിയോ ആണ്, അതുകൊണ്ട് വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പം ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പം കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണെങ്കിൽ മൈക്കൊന്നുമില്ല, അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം. റെക്കോർഡിലൊക്കെ ചിലപ്പം സൗണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ്, ഇതൊന്ന് പരീക്ഷിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് ഉഷാറാക്കും ഇൻഷാ അല്ലാഹ്. അതിന് ശേഷം പോളയിലേക്ക് വേണ്ടിയിട്ടുള്ള കക്കിരി, ക്യാബേജ്, അതുപോലെ ബീട്രൂട്ട്, ക്യാപ്സിക്കം അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആദ്യം അരിഞ്ഞ് വെക്കുകയാണ്. അതരിഞ്ഞ് വെച്ചതിന് ശേഷം ചിക്കനൊക്കെ അടുപ്പത്താകുന്നുണ്ട്. പിന്നെ മയോണൈസ് ഒക്കെ അതിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച്
ഇതെല്ലാം റെഡിയായി നിന്നപ്പോഴേക്കും കിച്ചണൊക്കെ നല്ല രംഗ ഫുള്ള് നിറഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ കറിയോടി തൂമിച്ച് വെച്ചതിന് ശേഷം കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഒന്ന് ഞാൻ കുരുമുളക് ഇട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ അതാ ഇറാനിപ്പോളൊക്കെ റെഡിയായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വറവിട്ടതിന് ശേഷം കിച്ചണൊക്കെ നന്നാക്കാൻ വിചാരിച്ച്. പിന്നെ ഇന്ന് പത്തിരിയല്ല കേട്ടോ, ദോശയാണ് ഉണ്ടാക്കുന്നത്. പഞ്ഞിദോശ. മക്കൾക്കൊക്കെ പഞ്ഞിദോശ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതാകുമ്പോൾ ഈസിയാണല്ലോ. പത്തിരി ആകുമ്പോൾ കുറച്ച് കുഴക്ക് പരുത്തി അങ്ങനെയൊക്കെ ആണല്ലോ. ഇതാകുമ്പോൾ പിന്നെ തലേന്ന് അഴിച്ച് വെച്ചാൽ പിറ്റേന്ന് എടുത്ത് നമുക്ക് റെഡിയാക്കി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ കുട്ടികൾ ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. മോള് നോമ്പ് നോറ്റിക്കുന്നു കേട്ടോ, മോന് നോറ്റില്ല. അപ്പോൾ മോന് എന്താ ഇറാനിപ്പോള റെഡിയായതിനു ശേഷം മോന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കഷ്ണം മോന് മുറിച്ചെടുത്ത് ഉഷാറായിക്കുന്നു കേട്ടോ. നല്ല അതിനുശേഷം ഇന്ന് പപ്പായ ജ്യൂസാണ് കേട്ടോ. പപ്പായ ജ്യൂസ് നല്ല രസമാണ്. ഐസ്ക്രീമൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ കട്ടപ്പാലിൽ അടിപൊളിയാണ്. അപ്പോൾ കട്ടപ്പാലൊക്കെ ഒഴിച്ച് പപ്പായ ജ്യൂസ് ഉണ്ടാക്കുകയാണ്. വേറെ ഒന്നുമില്ല, ദോശയും ജ്യൂസും കറിയും മാത്രമേ ഉള്ളൂ. പിന്നെ ഷവർമ്മ പോളയും അത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനും മക്കളും പിന്നെ എൻ്റെ അനിയത്തിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ബാങ്ക് കൊടുത്താണ് ഞങ്ങൾ. ജ്യൂസ് പിന്നെ ബാങ്ക് കൊടുത്തതിന് ശേഷം ഉണ്ടാക്കാൻ വിചാരിച്ചു. കാരണം അടിച്ച് വെച്ചാൽ ചിലപ്പം കഴിച്ചു പോകാൻ സാധ്യത ഉണ്ട്. അപ്പം ഞങ്ങൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷമാണ് ജ്യൂസ് അടിച്ചതും അതൊക്കെ ഒന്ന് സെറ്റാക്കിയത്. ഇപ്പോൾ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒന്ന് സെറ്റപ്പാക്കി. അപ്പോൾ ജ്യൂസൊക്കെ ഒന്ന് സെറ്റാക്കി ഐസ്ക്രീമൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ജ്യൂസ്. പിന്നെ മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം നോമ്പൊക്കെ നോമ്പ് തുറന്നതിന് ശേഷം ഞാൻ മഗ്‌രിബ് നിസ്കരിച്ച് കുറച്ച് കിടന്ന്. പിന്നെ അതിന് ശേഷമാണ് കിച്ചണിലേക്ക് വന്നതും കിച്ചണൊക്കെ ഒന്ന് നന്നാക്കിയതൊക്കെ. മക്കളൊക്കെ അതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓല് കഴിച്ച് പിന്നെ അതിന് ശേഷമാണ് ഞാൻ കഴിച്ചത്. പിന്നെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് അരപ്പിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ വെള്ളപ്പത്തിൻ്റെ. അപ്പോൾ നാളെ കറിയും ദോശയ്ക്കുള്ള മാവൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ രാവിലെ ഈസിയാണല്ലോ. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നാളെ മക്കൾക്ക് സ്കൂളില്ല, മദ്രസ മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി രാവിലെ എടുത്ത് ഉണ്ടാക്കാമല്ലോ. പിന്നെ അത് ആ കിച്ചണൊക്കെ നോമ്പ് തുറന്നതിന് ശേഷം ഫുള്ള് ഞാൻ സിങ്കിലിട്ട് പോയതാണ്. നോമ്പ് തുറന്നതിന് ശേഷം എന്തോ ഒരു ക്ഷീണം പോലായിട്ട് കിടന്ന് പിന്നെ എണീച്ചതിന് ശേഷം പാത്രമൊക്കെ കഴുകി വെക്കുകയാണ്.
പിന്നെ ബാക്കി വന്ന കറിയുണ്ട്, അത് പതിപ്പിച്ച് വെച്ചാൽ രാവിലെ ദോശയും ചുട്ടാൽ മതിയല്ലോ. അത് പതിപ്പിച്ച് വെച്ച് പിന്നെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച്, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ തന്നെ, നോമ്പ് തുറന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കിച്ചണൊക്കെ വൃത്തിയാക്കി വെച്ച് അതിനുശേഷം ഞാൻ കിടക്കാൻ വേണ്ടി പോവാം. ജനാലൊക്കെ ഒന്ന് അടിച്ച്, രാത്രിയാകുമ്പോൾ ചിലപ്പം മറന്നു പോകും അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മക്കളെ സൗണ്ടൊന്നും കേൾക്കാത്തതുകൊണ്ട് ഇവിടെ പോയും വിചാരിച്ച് പോയി നോക്കുന്ന സമയത്ത് ഓല അവിടെ ക്രാഫ്റ്റിൽ, അതാ മോനിവിടെ ഉറങ്ങുന്നുണ്ട്. ഓല അവിടെ അനിയത്തിയും മോളും കൂടെ ക്രാഫ്റ്റിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ പോയി ഇതെന്താണ് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ മുമ്പ് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിരുന്നു, പിന്നെ ഉമ്മൻ്റെ ബർത്ത്ഡേ എന്നാണ്. അപ്പോൾ ഞാൻ ഫെബ്രുവരിയിലാണ്, അതുപോലെ ഏത് കളറാണ് ഇഷ്ടം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് യെല്ലോ ആണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ആൾ അനിയത്തിനെ കൊണ്ട് ഫോണിൽ നോക്കി കണ്ട് ഒരു ബൊക്ക ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് സർപ്രൈസ് ആയിപ്പോയി, കാരണം അത് കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി നല്ല അടിപൊളിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഫോണിൽ നോക്കിയാണെങ്കിലും നല്ല രസമുണ്ട്. അപ്പം പിന്നെ കുറച്ച് സമയം ഞാനത് നോക്കിയിരുന്നു. നല്ല ഉണ്ടാക്കുന്ന ഒരു ഇത് കാണുമ്പോൾ നല്ല രസമുണ്ട്. A4 വരച്ചും കണ്ട് പിന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ബൊക്കയും. നല്ല രസമുണ്ട് ഒരു സംഭവം. ഉണ്ടാക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ പിന്നെ ഇശാ നിസ്കരിച്ചില്ലായിരുന്നു. പിന്നെ ഇശാ നിസ്കരിക്കാൻ വേണ്ടി ചെയ്ത് നിസ്കാരത്തിന് വേണ്ടി പോയി. നിസ്കരിച്ചിരിക്കുന്ന സമയത്താണ് ഓള് ഉണ്ടാക്കിയ ഗിഫ്റ്റുമായിട്ട് വരുന്നത്. അപ്പോൾ ബർത്ത്ഡേക്ക് സർപ്രൈസായിട്ട് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഓള് ഗിഫ്റ്റ് ബോക്സൊക്കെ ഉണ്ടാക്കിയപ്പം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അവളിങ്ങനെ ക്രാഫ്റ്റിൻ്റെ ഒക്കെ ഒരു ആളാണ്, ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അനിയത്തിയാണ് ഇതൊക്കെ സെറ്റപ്പാക്കി കൊടുത്തത് കേട്ടോ. ഓൾക്കും ഇത് ഉണ്ടാക്കാനൊക്കെ അറിയാം, പക്ഷെ ഇത് നല്ല ഉഷാറിലുണ്ടാക്കിക്കും, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ബൊക്ക ആദ്യം കണ്ട് ഞാൻ അവൾക്കൊന്ന് എടുത്ത് ശരിക്കും കയ്യിലെടുത്തപ്പോൾ നല്ലൊരു 3D പോലെയുള്ള നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ പെട്ടി കണ്ടപ്പോൾ തുറന്നു നോക്കിയ അത് കണ്ടപ്പോഴാണ് ഞെട്ടിയത്. കാരണം അത് എൻ്റെ മാലയും വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ തന്നെ വെച്ചിട്ട് എന്നാലും അടിപൊളിയായി ചെയ്തതാണ് കേട്ടോ. ആ ഒരു ബോക്സ് നല്ല രസമുണ്ട്, ഗിഫ്റ്റ് ബോക്സ്. പിന്നെ അതാ ലിപ് ബാം, ഐലൈനർ, പിന്നെ മോളത് ഒപ്പനൊക്കെ ഇടുന്ന ആ കമ്മലൊക്കെ വെച്ചാണ്. അത് കണ്ട് ഞാൻ കുറേ ചിരിച്ച്. അപ്പോൾ വീട്ടിലുള്ളതൊക്കെ പെറുക്കി അതിലിട്ടതാണ്, എന്നാലും അടിപൊളിയായിരിക്കുന്നു. ഓളോട് ഞാൻ പറയുന്നുണ്ട് ഒപ്പനൊക്കെ ഉള്ളത് എന്തിനാ അതിൽ വെച്ചെന്ന് ചിരിച്ചപ്പോൾ പറഞ്ഞാൽ അത് മാമി വെച്ചതാണ്, ഞാൻ വെച്ചതല്ല. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ദിവസം മിറാജ് നോമ്പൊക്കെ അടിപൊളിയായി ഉഷാറായി നോറ്റ് അൽഹംദുലില്ലാ. സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എടുക്കാൻ പോയപ്പോൾ പിന്നെ അവൾ കാണിച്ചു തന്നു, ഫോണിൽ നോക്കി ഉണ്ടാക്കിയ ഒരു ബൊക്കൻ്റെ ഒരു മോഡലൊക്കെ. പിന്നെ ഒരു ഗെയിം കളിക്കുകയെന്നാണ്. എടുക്കാൻ പോയ സമയത്ത് ലുഡോ കളിച്ചിട്ട് കിടക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ഒരു ലുഡോ ഒക്കെ കൂടെ കളിച്ച്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.